ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മിയുടെ പുത്തൻ പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹിമയെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ആ ഒരു അവസരം വന്നെത്തിരിക്കുകയാണ്. കണ്ണൻ അങ്ങനെ മാലയിട്ടിട്ട് മലക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ടാണ് കണ്ണൻ്റെ എല്ലാ വ്രതങ്ങളും ഒക്കെ സ്റ്റാർട്ടാവുന്നത്. അങ്ങനെ മഹാലക്ഷ്മി രാവിലെ തന്നെ കുളിച്ച് എല്ലാ വ്രതത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ ഉണ്ണിയും ദുർഗയൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണ്. എന്നിട്ട് ഉണ്ണി ചോദിക്കുന്നുണ്ട് ദുർഗേനോട്, ഇവനെന്താ ഈ കാലം വെച്ചിട്ട് എങ്ങനെയാണ് മലക്ക് കയറുക, ഇവനെന്താ ഈ വീൽ ചെയറും കൊണ്ടാണോ മലക്ക് പോകുന്നതൊക്കെ തന്നെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി വരുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മിയോട് ദുർഗ പറയുന്നുണ്ട്, നീ എന്താ ഇവൻ എടുത്തിട്ടാണോ മലയ്ക്ക് കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ എന്തായാലും മാലയിട്ടിട്ട് മലക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതെന്തായാലും നടക്കും. പിന്നെ കണ്ണേട്ടൻ മാത്രമല്ല മലക്ക് കയറാൻ പോകുന്നത്, അനന്തവും മാർക്കോയും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരെന്തായാലും കണ്ണേട്ടനെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഇവനെ എടുത്തിട്ട് പോകേണ്ടിരുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നല്ല രീതിയിൽ ദുർഗ പരിഹസിക്കുന്ന സമയത്താണ് നമ്മൾ കണ്ണം വരുന്നത്. അപ്പോൾ കണ്ണം പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെ ഒന്നല്ല, അവരൊന്നും എന്നെ കൊല്ലാൻ ശ്രമിക്കലില്ല, എന്നെ എപ്പോഴും എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് നടപ്പിക്കാൻ മാത്രമേ അവർ ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിക്കാനായിട്ട് അവർ രണ്ടാൾ എൻ്റെ കൂടെ ഉണ്ടാവും. സാധാരണ ഏട്ടന് അനിയനാണ് കൂടെ വേണ്ടത്, പക്ഷേ ഇവിടെയുള്ള ഒരാളെ എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാനുള്ള ശ്രമത്തിലാണല്ലോ. അതുകൊണ്ട് എന്തായാലും എനിക്ക് എൻ്റെ അന്യന്മാരെ പോലെയാണ് അനന്തവും മാർക്കോയും ഒക്കെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി ഇങ്ങനെ ദുർഗേനോട് പറയുന്നുണ്ട്, ഇവനെങ്ങനെ ഇനിയിപ്പോൾ കാലിൽ ചലനശേഷി തിരിച്ച് കിട്ടിയിട്ടുണ്ടാവും, ആ മേഘനാഥൻ പറഞ്ഞതാണ് ആ തോമസ് വൈദ്യൻ്റെ അടുത്ത് നിന്ന് ഇവൻ്റെ കാലുകൾ ചലിക്കുന്നത് അവൻ കണ്ടതാണെന്ന്, ഇനിയിപ്പോൾ അതങ്ങനെ ശരിയായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ദുർഗേനോട് പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഉണ്ണി വേഗം തന്നെ മേഘനാഥനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മേഘനാഥനും പ്രതാപനും കൂടി സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അന്ന് കണ്ട കാര്യം സത്യം തന്നെയായിരിക്കും, ഞാൻ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരും വിശ്വസിച്ചില്ല, എൻ്റെ അച്ഛൻ പോലും വിശ്വസിച്ചില്ല, അവൻ എന്തായാലും കാലുകൾക്ക് ചലനശേഷി തിരിച്ച് കിട്ടിയിട്ടുണ്ട്, ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് കരുതിയിട്ടായിരിക്കും ഒന്നും പറയാത്തതെന്നൊക്കെ ഇങ്ങനെ മേഘനാഥനും ഉണ്ണിയും പ്രതാപനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ മലക്ക് കയറാൻ പാടില്ല, അവൻ മലക്ക് കയറുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, അവനെ അങ്ങ് ഇല്ലാതാക്കണം, അവൻ്റെ കാലുകൾക്ക് പിന്നെ ഒരിക്കലും ചലനശേഷി തിരിച്ച് കിട്ടരുത്. ഇനിയിപ്പോൾ നമുക്കൊരു സംശയമല്ലോ, അതെന്തായാലും ഉറപ്പ് വരുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ അനുസരിച്ച് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ ഓരോ പ്ലാനുകളായിട്ട് ഉണ്ടാക്കുകയാണ്, എങ്ങനെയെങ്കിലും മഹാലക്ഷ്മിനെയും കണ്ണനെ ഇല്ലാതാക്കാനായിട്ട്. ഓരോ പ്ലാനുകൾ പരാജയപ്പെടുമ്പോഴും പിന്നെയും പുതിയ പുതിയ പ്ലാനുകളായിട്ടാണ് വരുന്നത്. അങ്ങനെ ഉണ്ണിയും ദുർഗയൊക്കെ നിൽക്കി എന്ത് ചെയ്യുന്നുണ്ട്, മഹാലക്ഷ്മിയും കണ്ണനും ഒക്കെ ഫ്രണ്ടിൽ വന്നിട്ട് ആ ഒരു പൂജ നടത്തുന്നുണ്ട്. കണ്ണനെ മലക്ക് പോകാനുള്ള ആ മാലയിടാനുള്ള ഒരു പൂജ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. ഇത് കണ്ടിട്ടാണ് ഇവർ രണ്ടാൾ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവൻ എങ്ങനെയായിരിക്കും ഇനിയിപ്പോൾ ഈ വീൽ ചെയറിന്ന് ആ മല കയറാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ എങ്ങാനും മേഘനാഥൻ പറഞ്ഞ പോലെ ഇവൻ്റെ കാലുകൾക്ക് ചലനശേഷി തിരിച്ച് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള സംശയമൊക്കെയാണ് ഇവർക്ക് രണ്ടാക്കുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രൊമോ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.